ഞാൻ റാവുത്തർ, തമിഴ്നാട് ക്രൈംബ്രാഞ്ച്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് ഒന്ന് കാലത്ത് കിട്ടി. അകത്തോട്ടിരിക്കാൻ സാർ. ഈ ഏരിയയിലൊക്കെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീട് പാലക്കാട് തത്തമംഗലത്താ. പാപ്പ തിരുനെൽവേലി. പുള്ളിക്കാരൻ മദ്രാസ് പോലീസിലായിരുന്നു. പഠിത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഓ, എന്തൊരു ചൂട്! സമ്മർ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാധവ സർ, സാറിന് കുടിക്കാൻ തണുത്തെന്തെങ്കിലും? മോര് കിട്ടുമോ? നല്ല സംഭാരം. ഇളനീരിന് ആള് പോയിട്ടുണ്ട് സർ. ഇളനീര് ബെസ്റ്റ്. പക്ഷെ മോര് കിട്ടിയാൽ തലയുടെ പെരുപ്പൊന്ന് മാറും. ഇന്നലെ ഒരു ഇത്തിരി കൂടി. എങ്കിൽ മോര് കൊണ്ടുവരാൻ സർ. സാറ് വരുന്നു, വേണ്ട ഹെൽപ്പ് ചെയ്യണം. SP ഓഫീസിൽ നിന്ന് അത്രയും മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാര്യമെന്ന്? എനിക്ക് ഈ ലോക്കൽ ഒരു അഡ്രസ് തപ്പണം. അതിനു മുമ്പ് താമസിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കണം. വല്ല ഗസ്റ്റ് ഹൗസും മതി. PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. ഓ, ഏതായാലും മതി. ഈ അഡ്രസ്? അത് ഒരു മഹേന്ദ്രൻ, ശ്രീമംഗലം വീട്, മനിശ്ശേരി. മഹേന്ദ്രൻ എനിക്കറിയാം സാർ കക്ഷി. അപ്പൊ കാര്യം ഈസി ആയല്ലോ. എന്താ പ്രശ്നമൊന്നും പറഞ്ഞില്ല? ഒരു മർഡർ കേസ്. ഓ, തഞ്ചാവൂരിലെ ടെമ്പിൾ പ്രമിസസിൽ നടന്ന ഒരു കൊല. കൊല്ലപ്പെട്ടത് ഒരു മലയാളി. മഹേന്ദ്രൻ അതുമായിട്ടുള്ള ബന്ധം? അതറിയാനാണല്ലോ ഞാൻ വന്നത്. നമുക്കിറങ്ങാം. ആദ്യം ഗസ്റ്റ് ഹൗസ്, പിന്നെ ശ്രീമംഗലം. മഹേട്ടാ, അതെ മഹേട്ടാ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു DYSP വന്നിരിക്കുന്നു. മഹേട്ടനെ തിരക്കി. ഏതോ അമ്പലത്തിനകത്ത് എന്തോ കൊല നടന്നെന്നോ മറ്റോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാധവ, നീ നേരെ നമ്മുടെ കളപ്പുരയിലേക്ക് ചെല്ലേ. അവിടെ കിച്ചാമണി ഉണ്ടാവും, ലക്ഷ്മണനും. രണ്ടുപേരോട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, അവിടെ തന്നെ നിന്നോളം പറ. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്താ മഹേട്ടാ പ്രശ്നം? അതൊക്കെ പറയാം. മാധവൻ ചെല്ലേ. അപ്പോ നാട്ടിലെ കുട്ടിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല അല്ലേ? ഇല്ല. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെ? അത് ഒരകന്ന ബന്ധുവാ. ഒന്ന് ഉറക്കെ പറ, കേൾക്കുന്നില്ല. അകന്ന ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. അയാൾ മരിച്ച വിവരം എപ്പോഴാ കുട്ടി അറിഞ്ഞത്? എനിക്കറിയില്ല. മരിച്ചുവോ? എങ്ങനെ മരിച്ചു? മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു. ആര്? ആരോ? നിങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ഒരു കണക്കിന് ഈശ്വരാനുഗ്രഹം. ഒരു ഉപദ്രവം തീർന്നു കിട്ടിയില്ലോ ഈ കുട്ടിക്ക്. തഞ്ചാവൂരും വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഈ സുബ്രഹ്മണ്യം അല്ലേ? മുമ്പും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ വെച്ച്. കുട്ടിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ആരാവും ഈ സുബ്രഹ്മണ്യത്തെ കൊന്നത്? എനിക്കറിയില്ല. എനിക്കെങ്ങനെ അറിയാ? ശരി, കുട്ടി പോയിക്കോളൂ. പേടിക്കണ്ട, ഞങ്ങൾ പോലീസുകളുടെ ഒരു രീതിയായത്. പലതും ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡ് സൺ, എന്തായാലും പേര്? മഹി. യെസ്, മഹി. അയാളൊന്ന് കാണണം. പറമ്പിലുണ്ടാവും. ആളെ വിട്ട് വിളിപ്പിക്കാം. വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മരിച്ചവൻ ഒരു റൗഡി. അവൻ ചത്തുകൊണ്ട് ഈ നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നമാ? പക്ഷേ സംഗതി ഇപ്പൊ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തില്ലേ? അവർക്ക് നല്ലൊരു കോളല്ലേ ഒത്തുകിട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് കൊല, സെൻസേഷണൽ. ലോക്കൽ പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്ലോസ് ചെയ്ത ഫയലാ ദേ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്. ഇനിയിപ്പോ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി എന്റെ ഉറക്കം കെടുത്തു. വരട്ടെ. ഓ, മഹി വന്നൂലോ. ഹലോ. ഹലോ. എന്നെ മനസ്സിലായി കാണില്ല മഹിക്ക് അല്ലേ? എന്ന് വെച്ചാ മനസ്സിലായിന്നോ മനസ്സിലായില്ലെന്നോ? ഇല്ല. ഞാൻ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. DYSP ഹമീദ് റാവുത്തർ. മഹി MBA കാരനല്ലേ? പിന്നെന്താ കൃഷിയൊക്കെ ആയിട്ട് കൂടിയത്? താല്പര്യം അത്ര തന്നെ. ഒരു മർഡർ കേസ് അന്വേഷിച്ചാൻ വന്നത്. അന്ന് തഞ്ചാവൂരിൽ വെച്ചൊരു സുബ്രഹ്മണ്യമായിട്ട് കശവിശ ഉണ്ടായി അല്ലേ? അയാളെ ആരോ കൊന്നു. അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് ഈ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. മഹി മാത്രം അങ്ങനെ നേരത്തെ അറിഞ്ഞു? പത്രത്തിൽ വായിച്ചറിഞ്ഞതാ. ഏത് പത്രത്തിൽ? ദിനത്തന്തി. അതിന് തനിക്ക് തമിഴ് വായിക്കാൻ അറിയാം? ഒരു കൂട്ടുകാരൻ വായിച്ചു പറഞ്ഞു. ഏത് കൂട്ടുകാരൻ? തമിഴ് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ. എന്നിട്ടെന്താ ആ വിവരം വേറെ ആരോടും പറയാതിരുന്നത്? അത് ആ കുട്ടിയെ വേണി അറിയിക്കണ്ടെന്ന് തോന്നി. വേണിയുമായിട്ട് എങ്ങനെ? ആരുമില്ലാത്ത കുട്ടിയല്ലേ? സാർ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അതീ തെറ്റൊന്നുമില്ല. കാണാൻ നല്ല ചന്തമുള്ള കുട്ടി. അപ്പോ ബന്ധു എന്നും പറഞ്ഞ് ഇടയ്ക്ക് ഒരുത്തം വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവൻ്റെ ശല്യമാവും. ശല്യം എന്നേക്കുമായി ഒഴിവാക്കുക. സുന്ദരിയായ ഒരു സാധു പെൺകുട്ടിക്ക് വേണ്ടി നമുക്ക് അത്രയൊക്കെ ചെയ്യാം അല്ലേ? തറവാട്ടി കാശുണ്ടെങ്കിൽ കേസിൽ നിന്ന് ഊരി പോരാനും ഒരു പ്രയാസമില്ല. എന്താ വഹി? ഞാൻ 2-3 ദിവസം കൂടെ ഉണ്ടാവും. നമുക്ക് ഇനിയും കാണേണ്ടി വരും. മഹിയേട്ടാ,
പാലക്കാട് നെല്ലെടുക്കാൻ വന്ന ഒരു കളപ്പരയിൽ കാത്തുക്ക മഹേണ്ണെ കാണാണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ വരണ വഴിക്ക് കോൺസ്റ്റബിൾ മാധവൻ കൈകൊണ്ട് കാലോണ്ട് എന്തൊക്കെ കാണിക്കണ്ടായിരുന്നു. ഞാൻ ട്രാക്ടർ നിർത്തിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആരാ ഇവര്? ലക്ഷ്മണൻ, ഇവിടുത്തെ ജോലിക്കാരനാ. നമസ്കാരം. നല്ല തണ്ടും തടി ഉണ്ടല്ലോ. വേണ ഇയാൾക്ക് ഒരാളെ തട്ടാം അല്ലേ മഹേ? ഇയാളാരാ? ഇത് എന്റെ അനുജൻ. എന്ത് ചെയ്യുന്നു? ജോലിയായിട്ട് പുറത്താ. ഗൾഫിലാ? ഏയ്, കോയമ്പത്തൂരാ. ഉം. മഹേട്ടാ, ആരാത്? പോലീസ്, ക്രൈംബ്രാഞ്ച് DYSP. അയാൾ ആരാന്നാ പറഞ്ഞേ? അനുജൻ. ഓ, കുഴപ്പമായി മഹേട്ടാ? പിന്നല്ലാണ്ട് വാ. എന്താ മഹേട്ട പ്രശ്നം? നീ ചെന്ന നിലവരുടെ താക്കോൽ എടുത്തിട്ട് വാ. വേഗം ചെല്ല്. മഹേട്ടാ, അയാൾ ഇനിയും വരില്ലേ? വരും, വരട്ടെ. നീ കിച്ചാമണിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. തൽക്കാലം അയാൾ കണ്ടതിന്റെ അനുജനെയാ. കിച്ചാമണി ഇവിടെ വന്നിട്ടില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നിന്നെ കുറിച്ചൊന്നും അറിയില്ലോ. അയാൾ വേടിയ തിരക്കല്ലേ വന്നത്. ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നല്ല മഹേട്ടാ. ദാ നോക്ക്, തന്നെ പോലീസിന് നിയമത്തിനൊന്നും വിട്ടുകൊടുക്കില്ലാൻ തീരുമാനിച്ചതാ ഞാൻ. അതിനുവേണ്ടി പല കളികളും കളിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഇനി അഥവാ അയാൾ ഈ വീട് സെർച്ച് ചെയ്താൽ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു നിലവറയുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ തോന്നില്ല. വാ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കേ. എല്ലാവരും അന്വേഷിക്കില്ല എന്നെ. വേണിയും എന്തു പറയും? അപ്പ വായിൽ വരണത് അതെനിക്ക് വിട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താൻ എന്നെ ടെൻഷനാക്കല്ലേ. അയാൾ തിരിച്ചു പോണത് വരെ ചിലപ്പോ 1 or 2 ദിവസം ഒക്കെ ശരിയാവും കിച്ച. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. കിച്ച, വിഷമിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണൻ വന്ന് നോക്കിക്കോളും. ഒന്നും ഉണ്ടാവില്ല. അപ്പോ മഹേന്ദ്രൻ അങ്ങനെ അനിയനില്ല എന്നാണ് മിസ്റ്റർ വിജയൻ പറയുന്നത് അല്ലേ? ഇല്ല, എന്റെ അറിവിലില്ല. മാധവനാണ് ആ കുടുംബവുമായി കൂടുതൽ അടുപ്പം. എന്താ മാധവ? സാർ അത് അനിയൻ എന്ന് പറഞ്ഞാൽ Say loudly. സാർ അങ്ങേർക്ക് അനിയനില്ല. ഉറപ്പാണോ? അതെ സർ. നിങ്ങൾക്ക് പോവാം മിസ്റ്റർ വിജയൻ. സാർ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ്? താങ്ക്സ്. ഒന്നും വേണമെന്നില്ല. ഞാനിവിടെ വന്നിറങ്ങിയ ഉടൻ വളരെ സമർത്ഥമായി ആ വിവരം മഹേന്ദ്രനെ അറിയിച്ച ബിരുദന്മാർ നിങ്ങളുടെ സ്റ്റേഷനിലുണ്ട്. എനിക്ക് നിങ്ങളുടെ അത്തരം സഹായം മേലിൽ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവനാ എന്തിനും. കൂടെ 2 കോൺസ്റ്റബിൾസിനെ പോലും കൂട്ടാതെ ഞാൻ വന്നത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാ. എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. യു ക്യാൻ ഗോ നൗ. സാർ, മാധവനോട് നിൽക്കൂ. മിസ്റ്റർ വിജയൻ, യു ക്യാൻ ഗോ. മഹേന്ദ്രൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്താണ് സർ? ആരാ അവിടെ ഞാൻ കണ്ട ചെറുപ്പക്കാരൻ? എനിക്കറിയില്ല സർ. തനിക്കറിയാം. കമോൺ ടെൽ മീ. വകയിൽ ഏതെങ്കിലും അനിയനായിരിക്കും സർ. വകയിൽ അനിയനോ? അതെന്തനിയൻ പറയടോ. ആ, കിച്ചാമണി ആയിരിക്കും സർ. കിച്ചാമണി അതാരാ? എനിക്ക് കിച്ചാമണി ഒന്ന് കാണണം. ഇവിടെ ഇല്ല. എവിടെ പോയി? മഹേട്ടനോട് പറഞ്ഞിട്ടാ പോയത്. ഒരു ജോലിയുടെ കാര്യത്തിനാ. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ഓ, രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താ പിന്നെ പെട്ടെന്നൊരു യാത്ര? അത് ഒരു പ്രൈവറ്റ് ഫേമിലാ. അതിന്റെ MD നാളെ ഫോറിൻ ടൂറിന് പോവാ. അതിനു മുമ്പ് ചെന്ന് കണ്ട ആ ജോലി അയക്ക് കിട്ടും. പെട്ടെന്നാണ് ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ പിന്നെ 2:30 ട്രെയിൻ മിസ് ചെയ്യണ്ടെന്ന് കരുതി. ദാ ഇവരോട് പോലും പറയാനൊന്നുമില്ല. നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ. അപ്പോ കോയമ്പത്തൂർ ജോലിയുള്ള ഇയാളുടെ അനിയനോ? അതങ്ങനെ നാക്കില് വന്നു. സത്യത്തിൽ അയാൾ എനിക്ക് അനിയനെ പോലെയാ. വേണി അനിയത്തിയാവുമ്പോ അയാൾ അനിയനാവുമല്ലോ അല്ലേ വേണി? കുട്ടി പോയിക്കോളൂ. കോയമ്പത്തൂർ ജോലിയുള്ള അയാൾ എന്തിനാ വേറെ ജോലി അന്വേഷിക്കുന്നത്? കോയമ്പത്തൂർ ജോലി വിട്ടൂല്ലോ. അപ്പൊ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി. കല്യാണത്തിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനാവണമെന്ന് അയാൾക്ക് വലിയ നിർബന്ധം. വേണിയുടെ അയാളുടെ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ കൃഷിയിലൊക്കെ സഹായിച്ച് ഇവിടെ തന്നെ കൂടാന്ന്.
അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ സാർ? യെസ് യെസ്. മഹേ, ഒന്നിങ്ങോട്ട് വന്നേ. താൻ ആള് വിചാരിച്ച പോലല്ല. മിടുക്കനാ, മിടുക്കൻ. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ഈ സിറ്റുവേഷൻ ചെയ്യാന്നറിയോ? തന്നെ തൂക്കി എടുത്തുകൊണ്ട് പോയി ചാടക്കും. ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്നെ ഒരു ഓച്ചനായിട്ട് കരുതരുത്. സാർ, കള്ളം ചെയ്തും പറഞ്ഞും ശീലമില്ലാത്തവർ അതിന് ശ്രമിക്കുമ്പോൾ മുഖം ചതിക്കും. തന്റെ മുഖത്തുണ്ട് താൻ പറയുന്നത് ഒക്കെ കള്ളമാണെന്ന്. ആരെ രക്ഷിക്കാനാ താനീ കിടന്ന് ശ്വാസം മുട്ടുന്നത്? കിച്ചാമണിയായോ? അപ്പോ തനിക്കറിയാം ഞാൻ ഊഹിച്ചത് അല്ലേ? എന്ത് സാർ? തഞ്ചാവൂരിൽ വേണിയെ തിരക്കിച്ചെന്ന ചെറുപ്പക്കാരൻ അവൻ തന്നെയാണ് സുബ്രഹ്മണ്യത്തെ കൊന്നത്. ഇല്ല സാർ, അവൻ ആരെയും കൊന്നിട്ടില്ല. അത് തനിക്കെങ്ങനെ അറിയാം? അയാൾ അതിന് തഞ്ചാവൂര് പോയിട്ട് വേണ്ടേ? മഹി, ഇവിടെ വന്നിറങ്ങുമ്പോൾ ചില കാര്യങ്ങളെ എനിക്കറിയാമായിരുന്നുള്ളൂ, പിന്നെ ചില ഊഹങ്ങളും. പക്ഷേ താൻ എൻ്റെ ജോലി എളുപ്പമാക്കി. ഇനി എനിക്ക് ഒന്നേ ആവശ്യമുള്ളൂ, കിച്ചന്. എവിടെ കിച്ചൻ? കമോൺ ടെൽ മീ, വേർ ഈസ് ഹി? എനിക്കറിയില്ല. ഇനി കള്ളം വേണ്ട. താൻ എങ്ങോട്ട് മാറ്റിയവനെ? സാർ, സാർ അവൻ ലുക്ക്, സത്യം പറയിക്കാൻ ഒരുപാട് രീതികളുണ്ട് ഞങ്ങൾ പോലീസുകാർക്ക്. പക്ഷേ എൻ്റെ രീതി അതല്ല. ഞാൻ ഒരല്പം ഡിഫറൻ്റ് ആണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാണ് സബോർഡിനേറ്റ്സിനെ പോലും കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇവിടെ ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. വയസ്സായ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ പെൺകുട്ടിയും അവരുടെ കരച്ചിലും സെന്റിമെന്റ്സും അതിനൊക്കെ അപ്പുറം പേര് കേട്ട ശ്രീമംഗലം തറവാട്ടിലെ സന്തതിക്ക് ഒരു കൊലപാതകയെ ഒളിപ്പിച്ചതിനെ കിട്ടാവുന്ന ശിക്ഷയും നാണക്കേടും അതൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തീർക്കാം. താൻ ആ ചെക്കനെയും കൂട്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മതി. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ആ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് തനിക്ക് ആ ചെക്കനെ രക്ഷപ്പെടുത്താനുള്ള ഇടവേളയല്ല. അണ്ടർസ്റ്റാൻഡ്? അയാള് നമ്മൾ വിചാരിച്ചതിനൊക്കെ ഷാർപ്പാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വയനാട്ടില് എന്റെ ഫ്രണ്ടിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം. ലക്ഷ്മണൻ കൂടെ വരും. വാ. എത്ര നാളെ മങ്ങിട്ട ഞാൻ പിടികൊടുക്കാം. അതാ നല്ലത്. അല്ലെങ്കിൽ മഹേട്ടനും കൂടി ഇതില്. എന്റെ കാര്യം വിട്. തൽക്കാലം താൻ രക്ഷപ്പെടാം. മഹേട്ടാ, പറയുന്ന അനുസരിക്കുക. വാ. മഹേട്ടാ, അയാള് വീണ്ടും എത്തിന്റെ DSP മുത്തച്ഛനായിട്ട് സംസാരിക്കണ്ട ഉമർത്ത്. ഗസ്റ്റ് ഹൗസിൽ വല്ലാത്ത മൂട്ടശല്യം. ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് ആകെപ്പാടെ അസ്കിതയാ. മഹിയെ ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഇവിടെ കൂടാന്ന്. ശ്രീമംഗലത്തെ അതിഥിയായിട്ട് ഒരു ദിവസം തങ്ങാന്ന് വെച്ചാൽ അതും ഒരു ഭാഗ്യ അല്ലേ മുത്തച്ഛ? അസൗകര്യമൊന്നും ആവില്ലല്ലോ അല്ലേ? ഏയ്, ആ, എവിടെ മഹി? ഇവിടെ ഉണ്ട്. ആ, ഞാൻ മുത്തച്ഛനോട് പറയായിരുന്നു താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച കാര്യം. ഏതായാലും നന്നായി. ഈ നാട്ടിലാണെങ്കിൽ ഗസ്റ്റ് ഹൗസ് അല്ലാതെ വേറെ ഒരു ഹോട്ടലും ഇല്ല അല്ലേ മഹി? മുത്തച്ഛൻ കിടന്നോളൂ, സമയം ഒരുപാട് വൈകി. ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ ചൊല്ല്. ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് മഹിക്കറിയാമല്ലോ. അപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയാൽ ശരിയാവൂ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അല്ലേ? എവിടെയാ എനിക്കൊരു മുറി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മാവിന്റെ ചൂട്ടി കിടന്നോളാം. ഒരു കട്ടിലും ബെഡ് സംഘടിപ്പിച്ച് തന്നാൽ മതി. പുറത്ത് നല്ല മഞ്ഞുണ്ട് സാർ. മഞ്ഞല്ലേ ലക്ഷ്മണ? സാരമില്ല, ഐസ് വീഴ്ചയൊന്നും അല്ലല്ലോ. അപ്പോ മഹി, ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ നാളെ രാവിലെ കിച്ചനെ താൻ കൊണ്ടുവരുന്നു എന്റെ മുമ്പിൽ. ഇല്ല സാർ, അതുണ്ടാവില്ല. കിച്ചനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ധൈര്യം. അപ്പൊ ധൈര്യം ഉണ്ട് ശ്രീമംഗലത്തെ മഹേന്ദ്രന് അല്ലേ? ഉണ്ട് സാർ, ശരിക്കും ഉണ്ട്. സാറ് പറഞ്ഞില്ലേ സാറിന്റെ രീതി ഡിഫറെന്റ് ആണെന്ന്. ശ്രീമംഗലത്തെ മഹേന്ദ്രന്റെ രീതിയും ഡിഫറെന്റാ. കിച്ചനെ സാറ് കണ്ടുപിടിച്ച് കൊണ്ടുപോ. ഒരു കട്ടിലെടുത്തിട്ട് ഓടാ സാറിന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ആ, ഗുഡ് മോർണിംഗ്. ഏതെങ്കിലും മുറിയിൽ കിടക്കാറുന്നല്ലോ. ഇവിടെ നല്ല സുഖം, നല്ല കാറ്റും, സുഖമായിട്ട് ഉറങ്ങി. മഹി എവിടെ? കുളിക്കുക കൊളക്കടവില്. ആ,
എനിക്കൊന്ന് കുളിക്കാലോ അല്ലേ നിങ്ങളുടെ കുളത്തില്? കുളിക്കാം. ഉം. കുളിപ്പിച്ച് കിടത്താറുണ്ട് ഞങ്ങള്. തമാശ കൊള്ളാം. കുളിച്ചു വന്നാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. എന്തായാലും ഞാനിപ്പോ തന്നെ അതിഥിയാണല്ലോ. ആഹാരത്തിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം നിർബന്ധം കൂടുതലാ. നിങ്ങളുടെ ഇഡ്ഡലിയും ദോശയൊന്നും എനിക്ക് ശരിയാവില്ല. പുട്ട് കിട്ടുമോ? അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറി ആയാലും മതി. ഒരൊറ്റ എന്തിനു മഹേട്ടാ അയാൾ ഇവിടെ താമസിക്കണേ? ഞാനാ പറഞ്ഞ ഇവിടെ താമസിച്ചോളാൻ. വേണ്ടപ്പെട്ട ഒരു നാട്ടിൽ വന്ന ശ്രീമംഗലത്ത് ഇത് മുമ്പും പതിവുള്ളതല്ലേ. മുത്തച്ഛനും വിരോധമില്ല. അയാൾക്ക് കാപ്പിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇഡ്ഡലിയും ദോശയൊന്നും അയാൾക്ക് ശീലമില്ല അത്രേ. വല്ല പുട്ടോ അപ്പോ മതി. മഹേട്ടാ എന്താ മോളെ? എന്നോട് കള്ളം പറയില്ലല്ലോ മഹേട്ടൻ? എന്താ കുട്ടി? കിച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? അവൻ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? ഇല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ മോളുടെ തോന്നല. എന്നോട് പറയാണ്ട് പോവില്ല കിച്ചൻ അല്ലെങ്കിൽ. അവൻ വരും. മോള് ചെന്ന് അടുക്കളയിൽ ചേച്ചി സഹായിക്കേ. അയാളിപ്പോ ഇവിടെ താമസിക്കാനും വന്നോ? ആര്? ആ പോലീസുകാരൻ. അതോ, അത് ഈ പോലീസുകാരുടെ രീതി അങ്ങനെയാ. മരിച്ച സുബ്രഹ്മണ്യത്തെ അറിയാവുന്നവര് നമ്മളൊക്കെ ഉള്ളൂ. അപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാമോ? ഇനി നമ്മൾ അറിയുന്ന ആരെങ്കിലും ആവുമോ കൊന്നത്? പോലീസുകാർക്ക് എല്ലാരും സംശയ. എന്നോട് ചോദിച്ചു ഞാനാണോ കൊന്നെന്ന്. ഇനിയിപ്പോ കിച്ചനെ കണ്ട കിച്ചനോട് ചോദിക്കും. അതിന് കിച്ചന് ഈടെയൊന്നും സുബ്രഹ്മണ്യത്തെ കണ്ടിട്ടും കൂടി ഇല്ലല്ലോ. അതാണ് സത്യം. കിച്ചൻ പറയുമ്പോ അയാൾക്കത് ബോധ്യാവുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പോലീസല്ലേ, ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചുമ്മാ ജാട കാണിക്കുക. കാണിച്ചിട്ട് പോട്ടെ, നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ചെല്ലേ. മഹി, എന്താ അവിടെ നടക്കണത്? കൃഷ്ണനും നീയും ഒക്കെ എന്തോ ഒളിക്കുന്നുണ്ട്. കൃഷ്ണനെ എങ്ങോട്ടാ അയച്ചത് നീ? അയക്ക്. അയാള് വേണ്ട. നിനക്ക് മുത്തശ്ശന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ് ശീലണ്ടോ? ഇല്ലല്ലോ. പറ, കിച്ചനാണോ അയാളെ കൊന്നത്? മുത്തശ്ശ വന്നേ. പറ മഹി, കിച്ചനാണോ? ആ പോലീസുകാരന് തീർച്ചയുണ്ടോ അത്? സംശയമുണ്ട്. കിച്ചൻ നിലവറയില് അറിയരുത് അയാള്. കിച്ചനെ കാണരുത് അയാള്. വിട്ടുകൊടുക്കേണ്ട കിച്ചനാണ് നമുക്ക്, അല്ലേ മുത്തശ്ശ? അതേ പാടില്ല. നിനക്കാണ് സംഭവിച്ചതെങ്കിലോ അറിഞ്ഞുണ്ടാവൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ബോധ്യമുണ്ട് എനിക്ക്. ഉപേക്ഷിക്കരുത് നമ്മള്. പാവാണ് ആ കുട്ടി, ആ മോളും. നമ്മളെ ഉള്ളൂ അവർക്ക്. മാറ്റണം എങ്ങട്ടെങ്കിലും. തിരുക്കുറൽ എന്ന് കേട്ടിട്ടുണ്ടോ? തിരുവള്ളുവരുടെ കർക്ക കഷടര കർപ്പവേ കട്രബിൻ നിർക്ക അതർക്ക തക. അതിന്റെ അർത്ഥം അറിയാമോ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. 4 പെഗും നിങ്ങളുടെ മൃഷ്ടാന സദ്യയും കഴിച്ച് ബോധം കെട്ട് ഉറങ്ങാനായി വന്നിരിക്കുന്നു വിചാരിച്ചു അല്ലേ മഹേന്ദ്ര? കിച്ചാമണി അല്ലേ? എവിടെയായിരുന്നു ഇയാൾ വിളിച്ചത്?
യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനായാലും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. ബട്ട് ഇറ്റ്സ് എ ക്രൈം, യു നോ മിസ്റ്റർ മഹി. അറിയാം സാർ, അറിഞ്ഞിട്ട് തന്നെയാ ചെയ്തത്. കിച്ചാമണി മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ല. ഇല്ലായിരിക്കാം, കയ്യബദ്ധമാവാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട്. ബട്ട് ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ഡ്യൂട്ടി ടു ക്ലാരിഫൈ. അതിന് കോടതിയുണ്ട്. പ്രതിയെ കണ്ടുപിടിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അതെനിക്ക് ചെയ്തേ പറ്റൂ. എനിക്ക് സഹതാപമുണ്ട് കിച്ചാമണിയോട്. ചെറുപ്പമാണ് നിങ്ങൾ, ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ഇന്ന് ഈ രാത്രി വേണ്ട, നാളെ രാവിലെ ഞാൻ കൊണ്ടുപോയാണ്. ഒരപേക്ഷയുണ്ട് സാർ. നിങ്ങളുടെ പോലീസ് മുറയില് ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ ഇയാൾ ഇവിടെ ഇറക്കി കൊണ്ടുപോരുത്. അത് ഈ വീട്ടിൽ ആർക്കും സഹിക്കാനാവില്ല. ഇയാളെ സ്നേഹിക്കുന്ന, ഇയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ പെൺകുട്ടിക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. മറ്റാരെ ഒന്നും അറിയിക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാന്നൊരു കള്ളം പറയാൻ, ചിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി യാത്ര പറയാൻ ഇയാൾക്കൊരു അവസരം കൊടുക്കണം. എന്നിട്ട് സാറുവിനെ കൊണ്ടുപോക്കുള്ളൂ. മുത്തച്ഛൻ ഇപ്പോ 18 ഔട്ടായി ഇല്ലേ പാമേച്ചി? ഇന്ന് പിറന്നാളായിട്ടും മുത്തച്ഛൻ എന്തോ ഒരു പ്രസാദം ഇല്ലാണ്ട്. ഏയ് ഒന്നുമില്ല. മഹിയേട്ടനെ വിളിച്ചിട്ടും വന്നില്ലേ അമ്പലത്തില്? ഒരു പിറന്നാളിനും മുടങ്ങാത്ത ആളാ. അതെങ്ങനാ ആ പോലീസ് ഓഫീസറുടെ കൂടെ കൂടിയിരിക്കില്ലേ? ശ്രീമംഗലം സത്രമാണെന്ന് അയാളുടെ വിചാരം. എനിക്ക് തീരെ പിടിക്കില്ല അയാളെ. ഇതൊക്കെ ശരിയാ. എന്നാലും സദ്യക്ക് അയാളെ വിളിക്കണം. കിച്ചൻ എന്തെങ്കിലും എത്തുണ്ടാവോ? നല്ലൊരു ദിവസമായിട്ട്. അയ്യോ എന്തൊരു ആയിസ, പറഞ്ഞു നാക്കെടുത്തില്ല. ദേ മുത്തശ്ശി കിച്ചൻ. നല്ല ആളാ, എന്നോട് പോലും മിണ്ടാതെ പോയി കളഞ്ഞല്ലേ? അപ്പൊ പോയില്ലെങ്കിൽ അന്നത്തെ ട്രെയിൻ മിസ് ചെയ്തേനെ. ഞാൻ വേണിയോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇപ്പൊ എന്തായി? പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റിയല്ലോ അല്ലേ ചമണി? എന്തായി പോയ കാര്യം? കിട്ടി, ജോലി കിട്ടി. ഇനിയിപ്പോ പരമസുഖ. താമസിക്കാൻ അവരുടെ വക സ്ഥലം, പിന്നെ ഭക്ഷണം അവിടെ കിട്ടും. എല്ലാ ടെൻഷനും ഇതോടെ തീരും ഇല്ലേ മഹിയേട്ടാ? പക്ഷേ കിച്ചൺ ഇന്ന് തന്നെ പോണം. ഉടനെ ജോയിൻ ചെയ്തില്ലെങ്കിൽ കിട്ടിയ ജോലി പോവേ. ഇന്ന് പോവേ? നല്ല കഥയായി. ഇന്ന് മുത്തച്ഛന്റെ പിറന്നാളാ. ഇന്ന് ആരും എങ്ങോട്ടും പോണില്ല. ഇന്ന് എന്റെ കൈകൊണ്ട് ഒരു പിടി ചോറ് ഞാൻ വിളമ്പിത്തരും എല്ലാവർക്കും. ആ പോലീസ് ഓഫീസറെ വിളിക്കണം മഹിയെ. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. വേണ്ട, ഞാൻ വിടില്ല എങ്ങോട്ടും. ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല. മുത്തശ്ശന്റെ പിറന്നാൾ മാത്രല്ല ഇന്ന്, കാർത്തികയാ. ഈ കുറി വേണിയുണ്ട് ഞങ്ങളോടൊപ്പം പാട്ടിനും ഡാൻസിനും. എല്ലാ വർഷവും ആഘോഷിക്കണതാ. ഇത്തവണ എല്ലാരും കൂടെ അത് ഗംഭീരാക്കണം. നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. എന്ത് സ്റ്റുപ്പിഡിറ്റി നീ പറയുന്നത്? സാറിന് സ്റ്റുപ്പിഡിറ്റി ആയി തോന്നുന്നത് ഒരു വീടിന്റെ മുഴുവൻ സന്തോഷമാണ് സാർ. ഞാൻ കാല് പിടിക്കാം. ഈ ഒരു പകലും രാത്രിയും കൂടി നാളെ രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് കൊണ്ടുപോകാൻ സാറിനവരെ. നാളെ രാവിലെ അയാളെ തഞ്ചാവൂർ കോർട്ടിൽ ഹാജരാക്കാനുള്ള എനിക്ക് വിവരം ഞാൻ SP ഓഫീസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. സാർ പ്ലീസ്, സാറ് വിചാരിച്ച നീട്ടി വെക്കാവുന്നേ ഉള്ളൂ. അത് ഒരു ദിവസം, ഇന്ന് ഒരു ദിവസം കൂടി അയാളും ആ പെൺകുട്ടിയും ഈ വീടും ഒക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ സാർ. ഇനി ഒരുപാട് കാലം സങ്കടം മാത്രമല്ലേ ഉണ്ടാവൂടെ? അത് ശരിയാവില്ല മഹി. ശരിയാവും. താൻ എന്നെ വെറുതെ കുഴയ്ക്കരുത്. സെന്റിമെന്റ്സും മണ്ണാങ്കട്ടയും. അതെ, സെന്റിമെന്റ്സ് ആണ്. ഈ സെന്റിമെന്റ്സിൽ അല്പമെങ്കിലും സാറിന്റെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ഇത്രയും ദയ സാറും കാട്ടിയത്. ഒരിക്കൽ കൂടി ഞാനത് ആവശ്യപ്പെടുന്നുള്ളൂ. വേണ്ട, കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട ഒന്നും. വേണി, ഞാൻ പറയട്ടെ, ഭാഗ്യമില്ല നമുക്ക്, ഭാഗ്യമില്ല. മറക്കണം നീ എന്നെ. മറന്നേ പറ്റൂ. ഇല്ല, പറ്റില്ല, എനിക്ക് ഈ ജന്മത്തിൽ പറ്റില്ല. നിനക്കൊരു വിഷമം ഉണ്ടാവില്ല ഇവിടെ. മഹിയേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് നിനക്ക്. ആരും വേണ്ട എനിക്ക്. വിടില്ല ഞാൻ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ വിടില്ല ഞാൻ കിച്ചന്. വേണി, മരിക്കാം, ഒരുമിച്ച് മരിക്കാം നമുക്ക്. അതായതിലും ഭേദം. എന്നെ വിട്ടിട്ട് പോവില്ലെന്ന് പറ കിച്ച. എന്നെ വിട്ടിട്ട് പോവില്ലെന്ന് പറ.
കഴിയില്ലേ സാർ? ഇല്ല. നേരം വിളിക്കാറാവുന്നു. ഉം. സാർ എന്താ ചിന്തിക്കുന്നത്? സ്വന്തം കഴിവുകളിൽ തോന്നുന്ന അഭിമാനം, അതോ ഈ കൊലപ്പുള്ളിയെ പിടിക്കുക വഴി കിട്ടാൻ പോകുന്ന പ്രമോഷൻ, മുഖ്യമന്ത്രിയുടെ വക പാരിതോഷികം, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഫോട്ടോ? എന്തായാലും ഓർത്തിരിക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങളാണ് അല്ലേ സാർ? ആ പാവം പയ്യനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമ്പോൾ വേറെ എന്തൊക്കെ നേട്ടങ്ങളാണ് സാറിനെ കാത്തിരിക്കുന്നത്? ചെയ്യുന്ന തൊഴിലിന് മാന്യമായ പ്രതിഫലം അതെനിക്ക് കിട്ടുന്നുണ്ട്. മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു മൂന്നാംകിട പോലീസുകാരനല്ല ഞാൻ. ആദർശം, അതിന് ഈ നാട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ സാർ? നേട്ടം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടോ? നോട്ടുകെട്ടുകൾ, നല്ല പിള്ള വേഷം കെട്ടി ഈ ആയുസ് മുഴുവൻ സമ്പാദിച്ചാലും കണി കാണാൻ പോലും കിട്ടാത്തത്രയും വലിയ നോട്ടുകെട്ടുകൾ ഞാൻ ഈ മേശപ്പുറത്ത് കൊണ്ട് വെക്കട്ടെ സാർ? പകരം ആ പാവം പയ്യനെയും പെണ്ണിനെയും ജീവിക്കാൻ വിട്ടേക്കുവോ? ഇതിനുള്ള മറുപടി നാക്കൊണ്ടല്ല, പുറം കാലം കൊണ്ടാണ് ഞാൻ പറഞ്ഞ് ശീലിച്ചുള്ളത്. നീ എനിക്ക് വില പറയാൻ മതിരിക്കോളാ പുല്ലേ. നിങ്ങളെ വിലക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്ത് വഴിക്കും അവനെ രക്ഷിക്കാൻ അവസാന ശ്രമം നടത്തും ഞാൻ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ അവനെ കൊണ്ട് ഇവിടുന്ന് പോവില്ല. ഭീഷണി? അതെ, ഭീഷണി തന്നെ. കൊല്ലും കൊലയും നടന്നിട്ടുള്ള തറവാടത്. ജയിക്കാനായി കൊന്നു മുന്നേറിയ പടത്തലവന്മാരുടെ വംശത്തിൽ പിറന്നവനാ ഞാൻ. ചിലപ്പോ അറപ്പ് തോന്നിന്ന് വരില്ല. വേണ്ടി വന്ന കൊല്ലും ഞാൻ, കൊന്നു കുഴിച്ചു മൂടും ഞാൻ. വേണി, വേണി, കിച്ചാമണി, കിച്ചാമണി. ലക്ഷ്മണ, കണ്ടു അവരെ? ഇല്ല ചേച്ചി. മഹിയേട്ടാ, വേണി കിച്ചനെ കാണാനില്ല. രക്ഷപ്പെട്ടു അല്ലേ? നീ രക്ഷപ്പെടുത്തിയല്ല? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. മഹേട്ടാ, ഓടി വായോ. വേണി, വേണി, കിച്ചാമണി, 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 കിച്ചാമണി. സാർ. മഹി, ഒന്നും സംഭവിച്ചിട്ടില്ല. എടുക്ക്, ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താ എന്താ ഈ മഹി? അറിയില്ല, അറിയില്ല മുത്തശ്ശ. ഈശ്വര, എന്റെ കുട്ടികൾക്കൊന്നും വരുത്തല്ലേ. ഡോക്ടർ, എന്താ? ശരിക്കും ക്രിട്ടിക്കലാണ്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ. മരിക്കട്ടെ, രണ്ടും മരിക്കട്ടെ. എനിക്കിപ്പോ അങ്ങനെയാ തോന്നണത്. ജീവൻ തിരിച്ചു കിട്ടിയിട്ടും പ്രയോജനമുണ്ടോ സാർ? അവര് ചെയ്തു തന്നെയാണ് ശരി. ഒരുമിച്ച് ജീവിക്കാനല്ലേ സാറിന്റെ നിയമം അനുവദിക്കാണ്ടുള്ളൂ. ഒരുമിച്ച് മരിക്കാമല്ലോ. ആ മുറിയിൽ നിന്ന് 2 മൃതദേഹങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതിലൊന്നിനെ സാറ് കൊണ്ടുപോവോ നിയമത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ? അപ്പോഴും സാറിന് സ്വന്തം ഭാഗം ഭംഗിയാക്കിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? Shut your bloody mouth. പോലീസുകാരനായിട്ടല്ല ഞാൻ ജനിച്ചത്. അൾട്ടിമേറ്റ്ലി ഞാനും നിന്നെ പോലുള്ള മനുഷ്യനാ. സെൻസും സെൻസിബിലിറ്റി ഉള്ള മനുഷ്യൻ. യു നോ ദാറ്റ്? ஐ ஆம் சப் இன்ஸ்பெக்டர் செல்வம், தமிழ்நாடு கிரைம் பிரான்ச். ഹലോ, டிஒஎஸ்பி ராவுத்தர் சார் ஃபோன் பண்ணாரு, புறப்பட்டு வர சொல்லி. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മോളെ, മോളെ, വിളിച്ചോളൂ. ഷീ കൻ ഹിയർ. പേടിക്കണ്ട. കോൾ ഹർ. ഷീ ഈസ് ഗെറ്റിംഗ് നോർമൽ. കം ഓൺ, വിളിച്ചോളൂ. മോളെ.
SI ശെൽവവും കോൺസ്റ്റബിൾസും എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലുണ്ട് അവര്. അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. സാർ. അല്ലേ വേണ്ട, ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കും. യെസ് സാർ. ആ റിലാക്സ്, ഇനി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കിച്ചൻ കിച്ചൻ കിച്ച കിച്ചൻ എവിടെ? ഉണ്ട്, കിച്ചൺ ഇവിടെ തന്നെ ഉണ്ട്. കിച്ച കിച്ച കിച്ചൻ എവിടെ? കിച്ച കിച്ചന് ഒന്നും പറ്റിയിട്ടില്ല മോളെ, ഒന്നും പറ്റിയിട്ടില്ല. മോള് കിടന്നോ. എന്തിനാ വൈകിട്ട് ഒക്കെ അവസാനിപ്പിച്ചത്? പിന്നെ സാരമില്ല. ஹலோ, எஸ் ராவுத்தர் சார். தெரியல சார், லைன்ல கொஞ்சம் ப்ராப்ளம் இருக்கு சார். ஆமா சார், கிடைச்சாச்சு சார், அண்டர் மை கஸ்டடி சார். ഹലോ ഹലോ, ആശം SP ആണ്. പത്രക്കാരുടെ ബഹളം SP ഓഫീസിൽ. പ്രതിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ. ഇനിയൊരു കള്ളം പറയാൻ പറ്റില്ല അല്ലേ സാർ? ഇല്ല, എല്ലാം എന്റെ കൈ വിട്ടു പോയിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് അയാളെയും കൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ഹലോ, സോറി സാർ, ഇനിയും വിളിക്കും. വിളിക്കുമ്പോ പ്രതിയുടെ പേര് പറയണം. മഹേന്ദ്രൻ, വയസ്സ് 32, കൊലപാതക കാരണം മുൻ വൈരാഗ്യം. വാട്ട് ഡു യു മീൻ? സത്യം, അതെ, ഇനി ഇതാണ് സത്യം. പ്രതി മഹേന്ദ്രൻ. മഹേന്ദ്രനാണ് സുബ്രഹ്മണ്യത്തെ കൊന്നത്. ചുമ്മാ വീട്ടിൽ പറയാതെ. ഇതെങ്ങനെ വെട്ടിത്താവും സാർ? തഞ്ചാവൂരിൽ വെച്ച് ഞാൻ സുബ്രഹ്മണ്യത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ കശപശ ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടി അയാളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ കൊന്നു സുബ്രഹ്മണ്യത്തെ. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാർ ആരെ ചൂണ്ടി പറയുന്നുവോ അവരാണ് പ്രതി. സാറിന് പറയാം, ധൈര്യമായിട്ട് പറയാം, ഞാനാണ് പ്രതി. നടക്കില്ല, അത് നടക്കില്ല. അതെങ്ങനെ നടക്കും? നടക്കും, സാറ് വിചാരിച്ച നടക്കും. മറ്റാർക്കും പ്രതി ആരാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് സാറിന് തീരുമാനിക്കാം. നോ മഹി, നോ. സാർ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നല്ലപോലെ ആലോചിച്ചിട്ടാണോ മഹി പറയുന്നത്? അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നല്ലപോലെ ആലോചിച്ചോ? ആലോചിച്ചു, നല്ല പോലെ ആലോചിച്ചു. സാക്രിഫൈസ്, ഭ്രാന്ത്. ആർക്ക് വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നേ? അറിയില്ല ആർക്കു വേണ്ടി. ആ ചെറുപ്പക്കാരൻ എന്റെ അനുജനല്ല, എന്റെ സുഹൃത്തല്ല. പിന്നെ പിന്നെ ആര്? 1000 വട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അറിയില്ല സാർ, പക്ഷെ ഒന്നു മാത്രം അറിയാം. ആരുമല്ലാത്ത ആരൊക്കെയോ ആണ് ആ ചെറുപ്പക്കാരനും ആ പെൺകുട്ടി. എനിക്കിപ്പോ അവരിനി കരയരുത്. വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്കല്ലാതെ മറ്റാർക്കും അത് ചെയ്യാനാവില്ല. അപ്പൊ തന്റെ ജീവിതം? പ്രായം ചെന്ന മുത്തശ്ശൻ, മുത്തശ്ശി, തന്നെ കാത്തിരിക്കുന്ന പെണ്ണ്. എന്റെ പെണ്ണിന് എന്നെ മനസ്സിലാവും സാർ. എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്നെ മനസ്സിലാവും. എനിക്ക് വേണ്ടി വേദനിക്കുന്നതിൽ, ആ പയ്യന്റെയും പെൺകുട്ടിയുടെയും സന്തോഷത്തിന് വേണ്ടി വേദനിക്കുന്നതിൽ അവർക്ക് വിരോധം ഉണ്ടാവില്ല സാർ. ഇനി സമയം കളയണ്ട സാർ. വിളിക്ക്, SP വിളിച്ച് പറയേ. മഹി, ഒരാവേശത്തിന്റെ പേര് ചെയ്യാവുന്ന കാര്യമല്ല ഇത്. അല്ല, ഇത് ആവേശമല്ല. ഇതല്ലാതെ മറ്റൊരു മാർഗമുണ്ടോ സാറിന് പറയാൻ? എന്നാലും ഒരു നിരപരാധിയെ ഞാൻ... ഓ, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് നിയമമുണ്ട് അല്ലേ സാർ? എനിക്ക് വിടൂ സാർ, ഒരു അപരാധിയെ വെറുതെ വിടൂ സാർ. അല്ലെങ്കിൽ വേണ്ട, വേണ്ട. ദാ ഫോൺ അടിക്കുന്നു, അതെടുക്കൂ സാർ. എന്നിട്ട് ധൈര്യമായിട്ട് പറയൂ, പ്രതിയുടെ പേര് മഹേന്ദ്രൻ. പ്ലീസ്. நான் செல்வம் பேசுறேன் சார். நாங்க வெயிட் பண்ணிட்டே இருக்கோம். என்ன செய்யலாம் சார்? ஒரு ஜீப் இங்க அனுப்பி வை. வேணாம், நீங்க வர வேணாம். நீங்க தஞ்சாவூருக்கு புறப்படுங்கோ.
ഞാൻ കൊണ്ടുവരാം. തയ്യാറായിക്കോ, പുറപ്പെടാൻ തയ്യാറായിക്കോ. എനിക്കെന്താ, അവനല്ലെങ്കിൽ നീ ആരായിരുന്നാലും കൊണ്ടുപോയി അവന്മാരുടെ മുന്നിൽ തള്ള ഒരു പ്രതിയെ മതി എനിക്ക്. അത് നീ ആയാലും മതി. തയ്യാറായിക്കോ. മഹേട്ടാ, മഹേട്ടാ, എനിക്ക് പോണം ലക്ഷ്മണ. പൂവേ, എങ്ങോട്ട് പോവാൻ? എങ്ങോട്ട് പോവില്ല മഹേട്ടൻ. ആമയുടെ ആശുപത്രിയിലുണ്ട്. അവളോട് പറയണം നീയെ കാത്തിരിക്കാൻ. കാത്തിരുന്നോളൂ അവള്. മഹിയേട്ടന് വേണ്ടി എത്ര നാൾ വേണമെങ്കിൽ കാത്തിരുന്നോളൂ അവള്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്ക്. മുത്തശ്ശൻ, മുത്തശ്ശി അവരുണ്ടാവും കിച്ചനും വേണേയും. എന്നാലും നീ വേണം എല്ലാം നോക്കാൻ. ഇല്ല, മഹേട്ടൻ എങ്ങോട്ടും പോയില്ല. ഞാൻ സമ്മതിച്ചിട്ട് മഹേട്ടൻ എങ്ങോട്ടും പോയില്ല. അങ്ങനെ ഇപ്പൊ ആർക്ക് വേണ്ടി മഹേട്ടൻ? വേണം, വേണം ലക്ഷ്മണ. എത്ര പറഞ്ഞിട്ടും കേട്ടില്ല മഹേട്ടൻ. പോട്ടെ, പോയി തൊലയിട്ടെ, പോയി തൊലയിട്ടെ മുത്തച്ഛ. ഇല്ല, സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കില്ല മുത്തശ്ശ. ഈ പാപം കൂടി എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. ആരാണ് മഹേട്ടന് ഞങ്ങള്? ആരാണ് കിച്ചൻ? ആരാണ് ഈ വേണി? പരമവെച്ച് ആരാ ഞങ്ങള് നിങ്ങൾക്കൊക്കെ? മുത്തശ്ശ, ഇനി ഞങ്ങൾ എന്തുവേണമെന്നും കൂടി പറഞ്ഞില്ല. ആടി പാടി കളിച്ച് ചിരിച്ച് നിങ്ങളുടെ കൂടെ കഴിയാം. അപ്പൊ മകേട്ടന് പിന്നെ സന്തോഷാവും. സന്തോഷാവും. അവൻ പോട്ടെ, പോട്ടെ. അവൻ ചെയ്തത് ശരിയാ. അവനിത് ചെയ്യാൻ പറ്റിയില്ലോ. എന്റെ പൊന്നുമോനിത് ചെയ്യാൻ പറ്റിയില്ലോ. സാരില്ല മക്കളെ, സാരില്ല. ദൈവം ഉണ്ട് അവന്റെ കൂടെ. ഒന്നുകൂടെ ആലോചിക്കാം. തിരിച്ചു പോകാവുന്ന ദൂരമേ തനിപ്പോ വന്നിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ശ്രീമംഗലത്തെ മഹേന്ദ്രന് ഒക്കെ നഷ്ടപ്പെടുകയാണ്. ജീവിതത്തിലെ നല്ല നാളുകൾ, പ്രിയപ്പെട്ടവർ ഒക്കെ. ഇനി ശ്രീമംഗലത്തെ മഹേന്ദ്രൻ സുബ്രഹ്മണ്യത്തെ കൊന്ന കൊലപാതകയാണ്. നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല സാർ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. നമുക്ക് പോവാം സാർ. ഇറങ്ങാം. ഈ യൂണിഫോം ഇട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ മുന്നിൽ തോക്കുകയാണ്. നീ എന്നെ തോൽപ്പിച്ചു. ഇറങ്ങാം. സാർ, DYSP റാവുത്തർക്ക് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. കൃത്യവിലോപം, നിരുത്തരവാദിത്വം, ഒരു സസ്പെൻഷൻ, അല്ലേ ചിലപ്പോ തൊപ്പി തെറിക്കാം. സാരമില്ല. നീ പറഞ്ഞതാണ് ശരി. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും. ഇറങ്ങാൻ. ഞാൻ ഇറങ്ങാൻ, ഇറങ്ങാൻ. തെളിയാത്ത ഒരുപാട് കേസുണ്ട് ഈ നാട്ടില്. അക്കൂട്ടത്തിൽ ഇതും. ഓടാ, ഓ, തിരിച്ചു പോ. നിനക്കും